ഭയങ്കര 10-50 വയസ്സുള്ള ആൾക്കാർ ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചില പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ വരും, അങ്ങനെ സിറ്റുവേഷൻസ് വരും. അവരിപ്പോൾ കല്യാണം കഴിക്കാതെ താമസിക്കുന്നു, അക്രൈസ്തവരെ കല്യാണം കഴിച്ചത് കൂദാശ ചെയ്യാതെ താമസിക്കുന്നു. അപ്പോൾ പിന്നെ അവരെ കൂദാശ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവർ മാനസാന്തരപ്പെട്ട് അവർ കൂദാശ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരാദ്യം ജ്ഞാനസ്നാനപ്പെടുത്തണം. അപ്പോൾ ഈ 50 വയസ്സുകാരനെ വിളിച്ച് ജ്ഞാനസ്നാനപ്പെടുത്തും. അപ്പോൾ അവർക്ക് വേണ്ട വേറെ പുസ്തകമാണ് കിടക്കുന്നത്. ആ പുസ്തകത്തിൽ അവരോട് നമ്മളൊരു ചോദ്യം ചോദിക്കും, നിങ്ങൾ സഭയിൽ നിന്ന് എന്ത് ആവശ്യപ്പെടുന്നു? അപ്പോൾ അതിൻ്റെ ഉത്തരം താഴെ ഉണ്ട്, അത് നമ്മളവരെ പഠിപ്പിക്കും. എന്താ സഭയിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? വിശ്വാസം. സഭയിൽ നിന്ന് ഒരു വ്യക്തി, ഒരു മനുഷ്യന് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ അമൂല്യ വസ്തു എന്താണ്? വിശ്വാസമാണ്. അപ്പോൾ സഭ വീണ്ടും അത് പറഞ്ഞു കഴിയുമ്പോൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കും, എന്താണ്? വിശ്വാസം നിങ്ങൾക്ക് എന്ത് തരുന്നു? അപ്പോൾ അവർ പറയും, വിശ്വാസം ഞങ്ങൾക്ക് നിത്യജീവൻ തരുന്നു. അതാണ് സഭ. അപ്പോൾ സഭ നമുക്ക് എന്ത് തരുന്നു? സഭ നമുക്ക് നിത്യജീവൻ തരുന്നു. നിത്യജീവൻ എന്തിൽ വിശ്വസിക്കുമ്പോഴാണ്? കർത്താവിൻ്റെ തിരുവുത്ഥാനത്തെ വിശ്വസിക്കുമ്പോഴാണ്. ഇപ്പം കേവലമായിട്ട് ഒരു വ്യക്തി ക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് എനിക്ക് പകരക്കാരനെ മരിച്ചു, ദൈവം അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഞാൻ വിശ്വസിക്കുമ്പോൾ ഒരു സംവിധാനമില്ലെങ്കിലും അവൻ രക്ഷ പ്രാപിക്കും. സംവിധാനങ്ങളൊക്കെ എല്ലാം അവൻ്റെ കൃപയിൽ അടിക്കടി വളരാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സഭകളാണ്, പ്രത്യേകിച്ച് തിരുസഭ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിക്കുന്നതിന് ക്രിസ്തു എൻ്റെ പകരക്കാരനായി മരിച്ചു, എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തവനാണെന്ന് വിശ്വസിച്ചു അവൻ പരമപിതാവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഞാൻ പുനരുത്ഥാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ 11:25. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ നമ്മൾ മരിച്ചു പോയാലോ നിത്യമായിട്ട് ആത്മാവ് നിത്യതയെ ദൈവത്തിൻ്റെ കൂടെ വിരാജിക്കണതും നിത്യതയെ വിലയം പ്രാപിക്കണ ഒറ്റ കാര്യത്തിലാണ്. എന്താണ്? കർത്താവിൽ വിശ്വസിക്കുന്നവൻ. കർത്താവിൽ എന്താണ് വിശ്വസിക്കേണ്ടത്? കർത്താവ് സാമൂഹ്യ പ്രവർത്തനമാണെന്ന് വിശ്വസിച്ചാൽ ഈ പറഞ്ഞ ഫലം ഉണ്ടാകത്തില്ല. കർത്താവ് വിപ്ലവകാരികളെ കുറേ അണ്ണന്മാർ വിശ്വസിക്കുന്നത് അതല്ല. ക്രിസ്തു ദൈവപുത്രനായ മിശിഹയാണ്. അവൻ എനിക്ക് പകരക്കാരൻ എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തിട്ട് മരിച്ചവനാണ്.